സഹ ഹോം സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ 7ാം ക്ലാസ് വരെ ബേസിക് സയൻസ് എന്ന പേരിലാണ് സയൻസ് സബ്ജക്റ്റ് പഠിച്ചു വന്നത്. ഇനി 8ാം ക്ലാസ് മുതൽ അത് 3 സബ്ജക്റ്റായിട്ടാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അതിൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്. നിങ്ങളിവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചിത്രമാണിത്. ഈ പിക്ചറിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് നിങ്ങൾ കാണുന്നുണ്ട്? എന്തൊക്കെയുണ്ട്? ബോക്സ്, പെൻസിൽ, ഗ്ലാസ് ഓഫ് വാട്ടർ, സ്പെക്ടക്കിൾസ്, ബലൂൺ, എക്സെട്ര. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പദാർത്ഥത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ച് നമുക്കതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസസ് ആയിട്ടും നമുക്ക് ചുറ്റും കാണുന്നതിനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാമല്ലോ. ഏതൊക്കെയാണ് സോളിഡിൽ വരുന്നത്? ബോക്സ്, പിന്നെ പെൻസിൽ, സ്പെക്ടക്കിൾസ്, എക്സെട്ര. ദെൻ ലിക്വിഡിൽ ഗ്ലാസ് ഓഫ് വാട്ടർ. ഗ്ലാസ്സിലെ വാട്ടറാണ് ലിക്വിഡിൽ വരുന്നത്. ഗ്യാസസിൽ എയർ, ഇൻ, ബലൂൺ. ഇനി ഇത് കൂടാതെ നമ്മുടെ ചുറ്റും കാണുന്ന വേറെ കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. വേറെ എന്തൊക്കെ പറയാം? പെൻ, പിന്നെ ബുക്ക്, ഡോർ, ഐസ്, എക്സെട്ര. ലിക്വിഡ് ആണെങ്കിലോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് മിൽക്ക്, ഓയിൽ, ജ്യൂസ്, എക്സെട്ര. ഇനി ഗ്യാസസിനാണെങ്കിലോ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ പുറത്തു വിടുന്ന ഗ്യാസ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്, then വാട്ടർ വേപ്പർ, എക്സെട്ര. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുക്കുക. ആദ്യത്തെ ബീക്കർ, ഇതിൽ വാട്ടർ എടുത്തിട്ട് വാട്ടർ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുവാണെന്ന് വെക്കുക. കുറച്ച് വാട്ടർ ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് വാട്ടർ ലെവൽ കൂടും. അപ്പോൾ ഈ വാട്ടറിന് ഇവിടെ ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാട്ടറിന് ഏത് പാത്രത്തിലായാലും അതിന് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. ഇനി ഇതേ ലെവലിലുള്ള ഒരു വാട്ടർ ലെവലുള്ള ബീക്കറിൽ ഒരു സ്റ്റോൺ ഒരു ചരടിൽ കെട്ടി ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുക. ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോൾ ഈ വാട്ടർ ലെവല് കുറച്ചൊന്ന് മുകളിലേക്ക് ഉയരും. എന്തുകൊണ്ടാണ് അങ്ങനെ മുകളിലേക്ക് ഉയരുന്നത്? ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സ്റ്റോണിനും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ ഈ സ്റ്റോൺ ഇതിനകത്തോട്ടേക്ക് ഡിപ്പ് ചെയ്തപ്പോൾ അതിനും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളത് കൊണ്ട് അത്രയും മാസ്, അത്രയും വോളിയം വാട്ടർ മുകളിലേക്ക് ഉയരും. അതാണ് വാട്ടർ ലെവൽ ഉയരാൻ കാരണം. ഇനി വേറൊരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുക്കുക. അതിനകത്തേക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലറായിട്ട് കമഴ്ത്തി വെക്കുക. കമഴ്ത്തി ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുമോ? ഇതിനകത്തേക്ക് വെള്ളം കയറത്തില്ല. കാരണം ഈ ടംബ്ലറിനകത്ത് ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്തേക്ക് വെള്ളം കയറില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഗ്യാസിനും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായ കാര്യം, ഗ്യാസിനായാലും ലിക്വിഡിനായാലും
സോളിഡിനായാലും ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. occupy space. ഇനി ഈ ലിക്വിഡിന് മാസ് ഉണ്ടോ? ലിക്വിഡിന് മാസ് ഉണ്ട്. നമ്മൾ ഇത്ര ലിറ്റർ, 100 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ പാല് വാങ്ങാൻ പോകുമ്പോൾ 1 ലിറ്റർ അങ്ങനെ നമ്മൾ മേടിക്കുന്നില്ലേ? അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മാസ് ഉണ്ട്. ഇനി ഈ സോളിഡിനാണെങ്കിലോ, സോളിഡിനും നമുക്ക് മാസ് ഉണ്ട്. അപ്പോൾ ലിക്വിഡ്, സോളിഡ് ഹാവ് മാസ്. ഇത്രയും നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി. ഇനി വേറൊരു ആക്ടിവിറ്റി നോക്കാം. 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലിൻ്റെ 2 എൻഡിലും 2 ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടുക. ഇങ്ങറ്റത്തെ ഒരു ബലൂൺ ഉണ്ട്, ഇങ്ങറ്റത്തെ ഒരു ബലൂൺ ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ ബലൂണ്, ഇവിടെ ഓറഞ്ച് കളർ ബലൂണ്. ഈ ഓറഞ്ച് കളർ ബലൂണിൽ ഞാനൊരു സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അവിടെ നീഡിൽ വെച്ച് ഒരു ഹോൾ ഇടുവാണ്. അപ്പോൾ അവിടെയുള്ള എയർ എല്ലാം പുറത്തു പോയി ആ ബലൂൺ ചുരുങ്ങി ചെറുതായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഒരു ചരടിൽ കെട്ടി നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഈ സ്കെയില് ഏതൊരു ത്രാസിനെയും പോലെ ഇങ്ങനെ ചരിഞ്ഞു. കാരണം ഇതിനകത്തുള്ള ബലൂണിനകത്തുള്ള എയറെല്ലാം പോയപ്പോൾ ഈ ബലൂണിൻ്റെ എയറിൻ്റെ മാസ് കാരണം ഇതിങ്ങോട്ട് താന്നു. അപ്പോൾ ഈ എയറിന് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഗ്യാസ് ഹാസ് ഓൾസോ മാസ്. അപ്പോൾ ഗ്യാസിനും ലിക്വിഡും സോളിഡും മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതാണ് നമുക്ക് പഠിക്കാനുള്ള മാറ്റർ. മാറ്ററിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും മാസും ഉള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഈ മാറ്റർ കോമൺലി ക്ലാസിഫൈഡ് ഇൻറ്റു 3: സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു. ഈ മാറ്ററിനെ കോമൺലി ക്ലാസിഫൈഡ് ഇൻറ്റു 3: സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. സോളിഡ്സിന് എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ആദ്യം കണ്ടതാണ് സ്റ്റോൺ, പെൻ, പെൻസിൽ എറ്റ്സെട്ര. ദെൻ ലിക്വിഡ്സിനാണെങ്കിലോ വാട്ടർ, ഓയിൽ, മിൽക്ക്, പിന്നെന്താ ജ്യൂസ് എറ്റ്സെട്ര. ഗ്യാസസിനാണെങ്കിലോ വാട്ടർ വേപ്പർ, ഗ്യാസസിന് വാട്ടർ വേപ്പർ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ് എറ്റ്സെട്ര. ഇനി ഈ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 3 എണ്ണമാണ് കണ്ടത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്നാൽ ഈ 3ലും കൂടാതെ 3 ക്ലാസിഫിക്കേഷൻ കൂടെയുണ്ട് മാറ്ററിന്. 4th one പ്ലാസ്മ, ദെൻ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ദെൻ 6th one ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കൂടാതെ 3 അവസ്ഥകളുണ്ട്: പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ 4th സ്റ്റേറ്റ് പ്ലാസ്മ ഈസ് സീൻ ഇൻ ദി സൺ ആൻഡ് അതർ സം സ്റ്റാർസ്. സണ്ണിലും സ്റ്റാർസിലും മാത്രം അയണൈസ്ഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റാണ് പ്ലാസ്മ സ്റ്റേറ്റ്. ദെൻ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഈ 2 സ്റ്റേറ്റുകളും സർട്ടൻ കണ്ടീഷൻസിൽ ലബോറട്ടറികളിൽ മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും. അത് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ ഈ 3 പഠിച്ചാൽ മതി, ഇതധികം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഒരു സ്റ്റേറ്റ് കൂടിയുണ്ട്, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡിനെയും
ഗ്യാസിനെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഫ്ലൂയിഡ്. അതായത് അതിന് 2 പ്രോപ്പർട്ടീസും ഉള്ളതാണ് ഫ്ലൂയിഡിന്. ഒഴുകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ ഇങ്ങനെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം പഠിക്കേണ്ട ഇത് എക്സ്ട്രാ ഉള്ള അറിവാണ്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോവുകയാണ്. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുന്നു. സോളിഡിൻ്റെ പ്രോപ്പർട്ടി: ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്. അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മാസ് ഉണ്ട്. നമുക്കറിയാം, ഏത് സോളിഡ് എടുത്താലും അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു മാസ് ഉണ്ട്. നമുക്കതിൻ്റെ മാസ് എത്രയാണെന്ന് പറയാൻ സാധിക്കും. ഒന്നിൻ്റെ എടുത്താൽ ഗ്രാം, കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ മാസ് പറയാറുണ്ട്. ഇറ്റ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ്. അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ഈ പെൻ, ഇതിനൊരു ഷേപ്പ് ഉണ്ട്. നമ്മളെടുക്കുന്ന സ്റ്റോൺ, അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല എങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഷേപ്പ് സ്റ്റോണിനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സോളിഡ്സിനും ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. ഇറ്റ് ഹാസ് ഫിക്സഡ് വോളിയം. അതിന് ഫിക്സ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം എത്ര മാത്രമാണോ അതാണ് അതിൻ്റെ വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സോളിഡിന് ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ദെൻ ലിക്വിഡ്. ലിക്വിഡ് ഹാസ് ഡെഫിനിറ്റ് മാസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസസിനും ഡെഫിനിറ്റ് മാസ് ഉണ്ട്. നമ്മൾ 3 ആക്ടിവിറ്റി ചെയ്തിട്ട് അതിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഡെഫിനിറ്റ് മാസ്. ലിക്വിഡ്സിൻ്റെ ഷേപ്പ്. ലിക്വിഡ്സിന് ഷേപ്പ് ഉണ്ടോ? ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്സ് ഓഫ് ദ കണ്ടെയ്നർ. നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ അതിൻ്റെ ഷേപ്പാണ് ലിക്വിഡിനുള്ളത്. നമ്മളിപ്പോൾ ഈ കണ്ടെയ്നറിൽ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പായിരിക്കും ഈ ലിക്വിഡിന് ഉള്ളത്. ഇപ്പം നമ്മൾ 100 ml ഇത് തന്നെ ഒരു റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലാസ്കിൽ നമ്മൾ എടുക്കുവാണ്. 100 ml തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പായിരിക്കും. ഇനി നമ്മൾ കോണായിട്ടിരിക്കുന്ന ഒരെണ്ണത്തിൽ എടുക്കുവാണ്. കോൺ ഷേപ്പിലിരിക്കുന്ന ഒരെണ്ണത്തിൽ നമ്മൾ ഇതേ വാട്ടർ തന്നെ, ഇതേ ലിക്വിഡ് തന്നെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? അപ്പോൾ അതാണ് പറഞ്ഞത്, ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ അതിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിനുള്ളത്. ഇറ്റ് ഹാസ് ഫിക്സഡ് വോളിയം ബട്ട് ഇറ്റ് ഹാസ് ഫിക്സഡ് വോളിയം. പക്ഷേ ഇതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. കാരണം ഞാൻ ഈ കണ്ടെയ്നറിൽ എടുത്തപ്പോഴും അത് 100 ml ആണ്. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് പോലത്തെ ഇതിലെടുത്തപ്പോഴും 100 ml തന്നെയാണ്. നമ്മൾ 100 ml എടുത്തപ്പോൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം വന്നാലും ഇതിനകത്ത് എടുത്തേക്കുന്ന വോളിയം സെയിം ആണ്. So it has fixed volume. Then gas. Gas has also definite mass. നമ്മൾ പറഞ്ഞതാണ് ഗ്യാസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. നമ്മൾ 2 ബലൂൺ വച്ചിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തതാണ്. ഒരു ബലൂൺ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ മറ്റേ ബലൂൺ താഴ്ന്നു വന്നു. അതിനകത്തുള്ള എയറിൻ്റെ മാസ് കൊണ്ടാണ് അതൊരു വശം താഴ്ന്നത്, മറ്റേ വശം പൊങ്ങിയത്. അപ്പോൾ ഗ്യാസ് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്. ദെൻ അതിന് ഷേപ്പ് ഉണ്ടോ? ഗ്യാസിനും ഷേപ്പ് ഇല്ല. ഇറ്റ് ഹാസ് നോ ഷേപ്പ് ബട്ട് ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഇതും കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്യാസ്. നമ്മളിപ്പോൾ ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഗ്യാസ് വെക്കുവാണെങ്കിൽ അതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇതേ ഗ്യാസ് തന്നെയാണ് നമ്മൾ വേറൊരു ഷേപ്പ് ഉള്ള കണ്ടെയ്നറിനകത്ത് വെക്കുവാണെങ്കിൽ അവിടെ അതിൻ്റെ ഷേപ്പായിരിക്കും അതിനുള്ളത്. ഇങ്ങനെയുള്ള ഷേപ്പുള്ള കണ്ടെയ്നറിലാണെങ്കിൽ അതിൻ്റെ ഷേപ്പായിരിക്കും അതിനുള്ളത്. അപ്പോൾ ഗ്യാസിൻ്റെ ഷേപ്പും കണ്ടെയ്നറിൻ്റെ ഷേപ്പിനനുസരിച്ചിരിക്കും. ദെൻ ഇതിന് ഫിക്സഡ് വോളിയം ഉണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിക്സഡ് വോളിയം ബട്ട് ഇറ്റ് ചേഞ്ചസ് വോളിയം ടു ഫിൽ ഇറ്റ്സ് കണ്ടെയ്നർ. നമ്മൾ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ചെറിയ കണ്ടെയ്നറിനകത്ത് ഫില്ല് ചെയ്യുന്ന ഗ്യാസ്, ഇതേ ഗ്യാസ് തന്നെ നമ്മളൊരു വലിയ കണ്ടെയ്നറിനകത്ത് ഫില്ല് ചെയ്താൽ അതിൻ്റെ വോളിയം ഈ വലിയ കണ്ടെയ്നറിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും ഈ ഗ്യാസിൻ്റെ വോളിയം. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ ഇതായിരിക്കും ഈ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും ഈ ഗ്യാസ്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് സോളിഡിൻ്റെ, ലിക്വിഡിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലായി. സോളിഡ് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്, ഇറ്റ് ഹാസ് എ ഫിക്സഡ് ഷേപ്പ്, ഇറ്റ് ഹാസ് ഫിക്സഡ് വോളിയം. ലിക്വിഡ് ആണെങ്കിലോ ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്, ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ, ഇറ്റ് ഹാസ് ഫിക്സഡ് വോളിയം. ഗ്യാസിനാണെങ്കിൽ ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്, ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ, ഇറ്റ് ചേഞ്ചസ് വോളിയം ടു ഫിൽ ഇറ്റ്സ് കണ്ടെയ്നർ. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബുലർ കോളം തന്നിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാലോ. പ്രോപ്പർട്ടി, സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ടിക്ക് ചെയ്യുക. ഹാസ് മാസ്. സോളിഡിന് മാസ് ഉണ്ടോ? സോളിഡിന് മാസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് സോളിഡിന് മാസ് ഉണ്ട്. സോളിഡ് ഹാസ് ഡെഫിനിറ്റ് മാസ്. ഇനി ലിക്വിഡിന് മാസ് ഉണ്ടോ? ലിക്വിഡിനും മാസ് ഉണ്ട്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസസിനും മാസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്.
ദെൻ സോളിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? സോളിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ലിക്വിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. എന്നാൽ ഗ്യാസസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഗ്യാസസ് വോളിയം ഗ്യാസസ് ചേഞ്ചസ് വോളിയം ടു ഫിൽ ഇറ്റ്സ് കണ്ടെയ്നർ. കണ്ടെയ്നറിനനുസരിച്ചാണ് അതിന് വോളിയം ഉള്ളത്, അല്ലാതെ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല. ഇനി സോളിഡ് ഹാസ് പെർമനന്റ് ഷേപ്പ്. പെർമനന്റ് ഷേപ്പ് ഉണ്ടോ? സോളിഡിന് പെർമനന്റ് ഷേപ്പ് ഉണ്ട്. ലിക്വിഡിന് പെർമനന്റ് ഷേപ്പ് ഉണ്ടോ? ലിക്വിഡ് ഹാസ് നോ പെർമനന്റ് ഷേപ്പ് ബട്ട് ഇറ്റ് ടേക്സ് അപ്പ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. കണ്ടെയ്നറിനനുസരിച്ചുള്ള ഷേപ്പാണ് ലിക്വിഡിന് കിട്ടുന്നത്, അപ്പോൾ അതിന് പെർമനന്റ് ഷേപ്പ് ഇല്ല. ഇനി ഗ്യാസിന് പെർമനന്റ് ഷേപ്പ് ഉണ്ടോ? അതിന് പെർമനന്റ് ഷേപ്പ് ഇല്ല. അതിനും കണ്ടെയ്നറിനനുസരിച്ചിട്ടുള്ള ഷേപ്പാണ് കിട്ടുന്നത് ഗ്യാസിന്. ഇത്